ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലസ്ക വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സോ നമ്മൾ ഇന്ന് പോകുന്നത് പോപ്പുലർ ഫാം ഹൗസ്. കുറച്ച് നാളായിട്ട് ട്രിവാൻഡ്രത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള സ്പോട്ട് ഇങ്ങനെ തപ്പി നിന്നപ്പോഴാണ് നമുക്കിത് കിട്ടിയത്. ആക്ച്വലി നമ്മൾ ഈ വീഡിയോ ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ അന്ന് പോയ സമയത്ത് നമ്മൾ മൈക്കും എടുത്തില്ല, അവിടെ ഇത്തിരി ക്രൗഡഡ് ആയതുകൊണ്ട് നമുക്ക് വോയിസ് ഓവർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മള് കുറച്ച് ദിവസം മുന്നെയാണ് ട്രാവൽ ചെയ്തതെങ്കിലും നമ്മൾ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് വേറൊരു ലൈവ് വോയിസ് ഓവർ ചെയ്യുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇത് നമ്മൾ പോയത് ആക്ച്വലി നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രം പോയായിരുന്നു ലാസ്റ്റ് മന്ത്. ദിവാലി അടുപ്പിച്ച് നമ്മൾ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഇവിടെ പോയത്. സോ ആ സമയത്ത് നമുക്ക് വീഡിയോ വോയിസ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ലൈവായിട്ട് വീഡിയോ വോയിസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. യെസ്, സോ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പള്ളിച്ചൽ ഹൈവേയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. നമുക്ക് എന്തായാലും നോക്കാം അവിടെ എന്താ ഉള്ളത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കേറി നമുക്കൊരു എൻട്രൻസിൽ ഒരു ഹോർഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പോപ്പുലർ ഫാം ഹൗസ് എന്നൊക്കെ എഴുതിയിട്ട് കോൺടാക്ട് നമ്പർ ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോയത്. അഡൽട്സിന് 100 rupees, ബിലോ 5 years ആയിട്ടുള്ള ചിൽഡ്രന് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഐ തിങ്ക് ചിൽഡ്രൻ അറൌണ്ട് 50 or 80 അങ്ങാണ്ടാണ് കോസ്റ്റ്. സോ നമ്മൾ ആദ്യം തന്നെ കയറി ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ചെറിയൊരു സെറ്റപ്പിൽ അവർ നല്ല ഭംഗിയായിട്ട് കുറച്ച് കേജും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ആൻഡ് മെയിൻ സ്പെഷ്യാലിറ്റി ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആനിമൽസ് ആൻഡ് ബേർഡ്സ് ആണ്, പെറ്റ്സ് ആണ് ഇവിടെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കയറിയപ്പോ ഒരുപാട് തരം വെറൈറ്റി ഓഫ് ഫിഷസ് കണ്ടു. പിന്നെ ബേർഡ്സ് ഉണ്ടായിരുന്നു, പീജിയൻസ്, പാരറ്റ്സ്, ഹെൻസ്, ഒരുപാട് തരം വെറൈറ്റി ഓഫ് ബേർഡ്സ് ആൻഡ് ഫിഷസ് ആയിരുന്നു. സോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അവിടെ ഗൈഡും ഉണ്ട് ഓരോ കേജിന്റെ അടുത്തായിട്ട്. സോ നമുക്ക് ആ സ്പീഷീസിന്റെ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ മീറ്റ് ചെയ്തതാണ് നമ്മുടെ ഫേമസ് ബ്രീഡ് ഓഫ് ഡോഗ് ആയിട്ടുള്ള ദ ഗ്രേറ്റ് ഡെയിൻ. നമുക്ക് ഭയങ്കര ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ് തന്നെയാണ്. ഇത് വെൽ ട്രെയിൻഡ് ആണ്. സോ നമുക്ക് കൂടെ നിന്ന് ഇതിന്റെ ഫോട്ടോസും അതിനെ നമുക്ക് പെറ്റ് പോലെ ഫ്രണ്ട്ലി ആയിട്ട് അതിന്റെ കൂടെ നിൽക്കാൻ പറ്റും, അതിന് ട്രീറ്റ്സ് കൊടുക്കാൻ പറ്റും, എല്ലാം തന്നെ ചെയ്യാൻ പറ്റും. സോ കുറച്ച് നേരം നമ്മൾ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടതാണ് ഇത് വൈൽഡ് ഇഗ്വാന. ഇതിനെ ഞാൻ കൈകൊണ്ട് എടുക്കാൻ പോയില്ല, ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള സാധനമാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ നമ്മളെ ചെറിയൊരു പാമ്പൂട്ടനെ കൊണ്ട്, ഓ പാമ്പുകളും എൻ്റെ ഏരിയ അല്ല കേട്ടോ. പിന്നെ നമ്മൾ കണ്ടാണ് നമ്മുടെ നോർമൽ ഇഗ്വാന. സോ ചിക്കു അതിനെ കയ്യിലൊക്കെ എടുത്ത് ഫോട്ടോക്കൊക്കെ പോസ് ചെയ്ത് അതിന്റെ കൂടെ കുറച്ച് കളിച്ചു കേട്ടോ. അതിന് ഒരു വികാരം ഇല്ല, എങ്ങനെയും മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പാമ്പിനെ എടുക്കണമെന്ന് ചെറിയൊരു ഉണ്ടായിരുന്നു. എനിക്ക് പേടിയാണ്. സോ ഞാൻ അതിന്റെ അടുത്തേക്കേ പോയില്ല. ഞാൻ ദൂരെ നിന്ന് ഐഫോൺ ആയതുകൊണ്ട് സൂം ചെയ്ത് നല്ലൊരു വീഡിയോ എടുത്തു. സോ ഇത് ആക്ച്വലി നോൺ വെനമസ് സ്നേക്ക് ആണ്, പൈത്തൺ ആണിത്. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അവര് ട്രെയിൻ ചെയ്തതായിരിക്കാം, ചിലപ്പം അത് നമ്മളെ ഹാംഫുൾനെസ് ഒന്നും കാണത്തില്ല. സോ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി അകത്തേക്ക് അവരൊരു എൻക്ലോസ്ഡ് റൂമിനകത്ത് ഒരുപാട് തരം വെറൈറ്റി ഓഫ് സ്നേക്സ് ഉണ്ട്. അതിൽ ഇഗ്വാനാസും വെറൈറ്റി ഓഫ് ലിസേർഡ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഗ്രീൻ ബാവോ സ്നേക്ക്, വൈറ്റ് പൈത്തൺ സ്നേക്ക്, അങ്ങനെ ഒരുപാട് തരം വെറൈറ്റീനെ അവർ എൻക്ലോസ് ചെയ്ത സ്പേസിൽ ഇട്ടിട്ടുണ്ട്. സോ ഇത് ആക്ച്വലി അവർ ഓരോ ടൈം അനുസരിച്ച് അവർ ഓരോ പാമ്പിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആൾക്കാരുമായിട്ട് അതിനെ ഇന്ററാക്ട് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പോയപ്പം നമ്മളെ ചെറിയ പാമ്പൂട്ടനായ പൈത്തനായിരുന്നു കിട്ടിയത്. സോ നമ്മൾ അതൊക്കെ നന്നായിട്ട് കണ്ട് എക്സ്പ്ലോർ ചെയ്തു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവര് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. വലിയ വലിയ സ്നേക്സ് എല്ലാം ഉണ്ട്, പക്ഷെ അതെല്ലാം ഇതുപോലെ കൂട്ടിന്റെ അകത്താണ് അവര് ഇട്ടേക്കുന്നത്. നമുക്ക് ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ കളേഴ്സ് ഓഫ് സ്നേക്സ് ഉണ്ട് ഇവിടെ. ഈ ബ്ലാക്കും വൈറ്റും ഗ്രീന് അതുപോലത്തെ ഡിഫറെന്റ് കളേഴ്സ് ഓഫ് സ്നേക്ക് ഇവിടെ കാണാൻ കിട്ടും നമുക്ക്. അതെ. സോ അത് കഴിഞ്ഞ് നമ്മുടെ പിറ്റ്ബുളിനെ പോലെ ഒരു ചെറിയൊരു ഡോഗ് അവിടെ ഉണ്ടായിരുന്നു. കാണാൻ ഇത്തിരി ടെറർ ആണെങ്കിലും പക്ഷെ പാവായിട്ട് തോന്നി. സോ നമ്മൾ കണ്ടു, കുറച്ചു നേരം അവനെ പെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരുപാട് ഹോഴ്സസ് ആണ് നമ്മൾ കണ്ടത്. അടിപൊളിയായിരുന്നു. അവരെ കാണാൻ ഭയങ്കര ഒരു മെജസ്റ്റിക് ലുക്ക് ആയിരുന്നു. പക്ഷെ അവരത്ര ഫ്രണ്ട്ലി അല്ല. സോറി, അതെ. സോ അവരത്ര ഫ്രണ്ട്ലി അല്ലായിരുന്നു. ഈ ബാക്ക് തിരിഞ്ഞ് നിൽക്കണവൻ മാത്രമായിരുന്നു ഫ്രണ്ട്ലി ആയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ അവിടെയുള്ള കെയർ ടേക്കറിനെ വിളിച്ച് ഒന്ന് ജസ്റ്റ് ബാറ്റ് ചെയ്ത് നോക്കി. ബാക്കിയെല്ലാം ഫുഡ് കഴിക്കുന്നതിൽ ബിസി ആയിരുന്നു. പിന്നെ ഹോഴ്സിന്റെ പവർ അറിയാൻ പറ്റുമല്ലോ നമുക്ക്, ഭയങ്കര സ്ട്രോങ് ആണ്. സോ നമ്മൾ അതിന്റെ റിസ്ക് എടുത്തില്ല, പോയി തൊട്ട് വെറുതെ അതിനെ മുഷിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് വെറൈറ്റി ഓഫ് ബുൾസ്, കൗസ് ഒക്കെ കണ്ടു.
വൈറ്റ് ഹോഴ്സസ് ആൻഡ് ബ്ലാക്ക് ഹോഴ്സസ് ആയിരുന്നു കേട്ടോ അവിടുത്തെ സ്പെഷ്യാലിറ്റി. തടവി നോക്കി, അതെ, ഒന്ന് ചെറുതായിട്ട് ചെയ്യുമോന്ന് പോയി അറിയുന്നുണ്ടോ? തടവി നോക്കി. പക്ഷെ അത് ഫുഡ് കഴിക്കാൻ ബിസി ആയിരുന്നോണ്ട് ഇങ്ങനെ ഇതായിരുന്നു. ഇതാണ് അവിടുത്തെ കിടിലൻ സാധനം. എനിക്ക് Yes. ഇഷ്ടപ്പെട്ട ഒരു കിടിലൻ സാധനം എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഒരു തരം വെറൈറ്റി ഓഫ് മങ്കിയാണ് കേട്ടോ. ഏറ്റവും അവിടുത്തെ ഏറ്റവും വലിയ കുസൃതിക്കുട്ടൻ എന്ന് പറയാം. അവനിങ്ങനെ തുറന്നു വിട്ടേക്കാണ്, അവൻ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. സോ എല്ലാ ആൾക്കാരുടെ അടുത്തും അവൻ അങ്ങനെ ഫ്രണ്ട്ലി ആവാറൊന്നുമില്ല. സോ അവിടെയുള്ള കെയർടേക്കേഴ്സിന്റെ അടുത്ത് തന്നെ കളിച്ച് നടന്നു. പിന്നെ നമ്മള് മക്കാവിനെ കണ്ടു. സോ മക്കാവ് വന്ന് നമ്മുടെ തോളിലിരുന്ന് നമുക്ക് ഫീഡൊക്കെ ചെയ്യാൻ പറ്റും, ഫോട്ടോ എടുക്കാൻ പറ്റും, വീഡിയോ എടുക്കാൻ പറ്റും. ഇറ്റ് വാസ് വെരി കളർഫുൾ ആൻഡ് ബ്രൈറ്റ് ടു സീ. അടിപൊളിയായിരുന്നു കേട്ടോ ആ എക്സ്പീരിയൻസ്. ഞാനും ചിക്കു ആദ്യമായിട്ടാണ് ഒരു ബേർഡിനെ തോളിലൊക്കെ വെക്കുന്നത്. ഇവനെ മാത്രം നമുക്ക് എടുക്കാൻ കിട്ടിയില്ല. ആ റൂഫിന്റെ മണ്ടയിലും ഒക്കെ കേറി അവൻ ഇലയൊക്കെ പറക്കി അവൻ എന്തൊക്കെയോ എക്സ്പെരിമെന്റ് ചെയ്യാണ്. അവനിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഫ്രീ ആയിട്ട് അങ്ങ് നടക്കുകയാണ്. സോ അവനെ മാത്രം കയ്യിലെടുക്കാൻ കിട്ടിയിട്ടില്ല. പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എസ്പെഷ്യലി അതിന്റെ കണ്ണൊക്കെ ചെറിയ തല. അതെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെറൈറ്റി ഓഫ് ഷീപ്സ് ഉണ്ടായിരുന്നു അവിടെ, ഗോട്ട്സ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ നമ്മൾ കണ്ടു. നമുക്ക് ഗ്രാസ് തരും അല്ലെങ്കിൽ ഇല തരും, നമുക്ക് വേണമെങ്കിൽ ഫീഡ് ചെയ്യാം അതിനെ. പക്ഷെ ഇതെല്ലാം കേജിന്റെ അകത്താണ് കേട്ടോ, നമ്മള് പുറത്തോട്ട് അങ്ങനെ ഇറക്കി വിട്ടിട്ടില്ല. ഡോഗ്സിനെ ഒക്കെയാ പുറത്തോട്ട് മോസ്റ്റ്ലി വിട്ടേക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. മങ്കിക്കുട്ടൻ ആ ഷീപ്സിനെയും വെറുതെ വിടുന്നില്ല. സോ ഇത് കഴിഞ്ഞിട്ട് ഇനി പോകാൻ പോകുന്നതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം. അത് ആ സ്ഥലത്തോട്ട് പോകുമ്പോൾ തന്നെ ഒരുപാട് തരം കളർഫുൾ ഓറഞ്ച് വൈറ്റ് ഒക്കെ ആയിട്ടുള്ള ഫിഷസ് ഉണ്ട് അവിടെ. അത് അവർക്കും നമുക്ക് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും. ഇതാണ് കേട്ടോ ദ മോസ്റ്റ് എക്സൈറ്റിംഗ് സ്പോട്ട് എനിക്ക് തോന്നിയത് ഇവിടെ ഉള്ള. ഇറ്റ്സ് എൻ ആക്ച്വൽ ഓപ്പൺ കേജ് വേറെ നമുക്ക് അകത്തോട്ട് കയറിയിട്ട് നമുക്ക് എല്ലാ വെറൈറ്റി ഓഫ് ലവ് ബേർഡ്സ്, പാരറ്റ്സ് എല്ലാത്തിനും നമുക്ക് ഫുഡ് ഫീഡ് ചെയ്യാൻ പറ്റും. ഒരു വെറൈറ്റി ഓഫ് കോഴിയാണ് അത്. ആക്ച്വലി മുട്ട ഇട്ടിട്ട് അവിടെ ഇരിക്കുവാണ് അതിനെ കാത്ത്. ഇത് നല്ല കിടിലൻ സാധനമാണ്. ഇത് ഫ്ലൈയിങ് സ്ക്വിറൽ. യെസ്, വെള്ള കളർ ആൻഡ് ബ്ലാക്ക് കളർ ഫ്ലൈയിങ് സ്ക്വിറൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവര് ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. പിന്നെ ഒരുപാട് മൊയലുകളും ഉണ്ടായിരുന്നു കേട്ടോ. സോ നമ്മളിങ്ങനെ കിളിക്ക് നമുക്ക് ഫുഡ് കയ്യിൽ തന്നെ കൊടുക്കാൻ പറ്റും. ഭയങ്കര ഫ്രണ്ട്ലി ആണ് അവര്. നല്ല രീതിയിൽ നമ്മൾ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് പേഷ്യന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവര് ഒന്ന് പയ്യെ കുത്തിയെടുത്ത് കഴിച്ചോളും. അതെ, ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രാവിലെ തൊട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയല്ലേ, അപ്പൊ അവർക്കൊരു ബ്രേക്ക് വേണ്ടേ. അതെ. സോ നമ്മള് ഫാമിലി ഒക്കെ ആയിട്ട് പോയതുകൊണ്ട് അച്ഛനും ചേട്ടത്തിയും അമ്മയും ഈവൻ ചിന്നിവാവ വരെ ഫുഡൊക്കെ കൊടുത്തു കിളികൾക്ക്. നല്ല രസമുണ്ടായിരുന്നു ഈ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്ത്. ഈ കിളികളുടെ സൈസും ഡിഫറെന്റ് ആട്ടോ, വലിയതും ഉണ്ട് ചെറുതും ഉണ്ട്, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളതുണ്ട്. പിന്നെ നമ്മൾ ദേ കണ്ട ഓസ്ട്രിച്ച് കുട്ടൻ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ കൈ എങ്ങോട്ട് കൊണ്ടുപോകണോ അത് ആ സൈഡിൽ തന്നെ വരും. സോ ചക്കര അതിന്റെ കൂടെ തന്നെയായിരുന്നു കുറച്ചു നേരം കളിച്ചോണ്ടിരുന്നത്. എല്ലാം ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നും. നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ഓബ്വിയസ്ലി, ബട്ട് ദെൻ സ്റ്റിൽ ദേ ആർ വെരി ഫ്രണ്ട്ലി ടുവേർഡ്സ് അസ്. മുയലുകൾ കൂട്ടിലും വിട്ടിട്ടുണ്ട്, പുറത്തും ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫുഡൊക്കെ കൊടുക്കാനും പറ്റും അതിന്. സോ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ഈ ഓസ്ട്രിച്ചിന്റെ കൂടെ നമുക്ക് ഒരു ഫ്രണ്ടിനെയും കൂടെ കാണാൻ പറ്റും കേട്ടോ. ദേ അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ ഒട്ടകം, ക്യാമൽ. ഇത് ഏതോ അറബ് രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നു എന്നൊക്കെയാണ് ചിക്കു പറയുന്നത്. അറിയത്തില്ല, മേ ബി രാജസ്ഥാനിൽ നിന്നും ആവാം. ബട്ട് ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ലാസ്റ്റ് ആനിമൽസ് ഇവിടെ ഉള്ള. ലൈക് എക്സിറ്റിന്റെ അടുത്തോട്ടായിട്ടാണ് ഇവരുടെ കേജസ് വരുന്നത്. അതെ, അത് കഴിക്കുന്നുണ്ട്. സോ ഇൻ ടോട്ടൽ ഇറ്റ്സ് എ വർത്ത് വൈൽ എക്സ്പീരിയൻസ്. നമ്മൾ കുട്ടികളായിട്ട് ഫാമിലി ആയിട്ടും ഒക്കെ പോകാൻ വേണ്ടി, അടിച്ചു പൊളിക്കാൻ വേണ്ടി ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് പോപ്പുലർ ഫാം ഹൗസ്. ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. സോ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നമ്മൾ എന്തായാലും ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഡീറ്റെയിൽസ് നമ്മൾ ക്യാപ്ഷനിൽ കൊടുത്തേക്കാം, വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. പറഞ്ഞതുപോലെ ഇതാണ് വളരെ ചെറിയൊരു സെറ്റപ്പിൽ ഇത്രയും എന്താണ് ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെറ്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ അവർ ഫീഡ് ചെയ്ത് വളർത്തുന്നു. അതൊരു ടൂറിസത്തിന്റെ ഭാഗമാണെങ്കിലും അല്ലാതെ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ടാണെങ്കിലും
നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ട്രിവാൻഡ്രത്ത്. സോ ഇറ്റ്സ് എൻ അമേസിംഗ് ന്യൂ ഇനീഷ്യേറ്റീവ്. സോ എന്തായാലും നിങ്ങൾ പോയി ചെക്ക്ഔട്ട് ചെയ്യുക. ആൻഡ് അപ്പോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ആ ചാനൽ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.